മുന്നണികളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഏറ്റുമുട്ടലിന് നിങ്ങൾ തയ്യാറാണോ? നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയമായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒട്ടേറെ കാരണങ്ങളാൽ വളരെ പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ എല്ലാ മലയാളികളും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന സംസ്ഥാന ദേശീയ തെരഞ്ഞെടുപ്പ് ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 10 മണ്ഡലങ്ങളിൽ നമ്മൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലും നടക്കും. ഓരോ മണ്ഡലത്തിലെയും സാമുദായിക സമവാക്യങ്ങൾ, പല ഘടകങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത്. അതിൽ യോജിപ്പുണ്ടാകും, വിയോജിപ്പുണ്ടാകും. ഉണ്ണിസാർ പറയുന്നതെല്ലാം ഞങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു തന്നുവെന്ന് വരില്ല. പറയുന്നത് ചിലപ്പോൾ ഞാനും നമുക്ക് നോക്കാം. വോട്ട് രേഖപ്പെടുത്താനുള്ള കാത്തിരിപ്പിൽ നാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ 10 വർഷം പൂർത്തിയാക്കിയ BJP സർക്കാരിനെ നേരിടാൻ ഇന്ധനവില മുതൽ അയോധ്യ വരെയുണ്ട് LDF-ന്റെയും UDF-ന്റെയും ആവനാഴിയിൽ. പിണറായി സർക്കാരിന്റെ 7.5 വർഷത്തെ ഭരണത്തിന്റെ കുറ്റപത്രമായിരിക്കും UDF-ന്റെ മുഖ്യ പ്രചരണായുധം. അതിലെന്തൊക്കെയുണ്ട്? UDF-ന്റെ പ്രചാരണായുധത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ്. കേന്ദ്രത്തിനെതിരെയുള്ള വിഷയങ്ങളെക്കാൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ എന്താണ്, പ്രധാനമായിട്ടും LDF സർക്കാരിന് എതിരായിട്ടുള്ളൊരു ജനവികാരമുണ്ടെങ്കിൽ നിശ്ചയമായും ആ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും, വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ദേശീയ വിഷയങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. അപ്പോൾ ദേശീയ രംഗത്തെ വിഷയങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിഷയങ്ങളും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലൊരു സംശയം. പക്ഷേ ദേശീയ വിഷയങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ നിലപാടെടുക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ കുറച്ചുകൂടി ഉറച്ച നിലപാടെടുക്കുന്നത് ഇടതു പാർട്ടികളാണ് എന്നൊരു വാദം സംസ്ഥാന സർക്കാരും. എന്തായാലും 7.5 വർഷത്തെ കുറ്റപത്രം തയ്യാറാണ് UDF-ന്റെ കിറ്റിയിൽ. അതിൽ സ്വർണ്ണക്കടത്തുണ്ട്, ഡോളർ കള്ളക്കടത്തുണ്ട്, കരിമണൽ വിവാദമുണ്ട്, മാസപ്പടിയുണ്ട്, എക്സാലോജിക്കുണ്ട്. അവയ്ക്കൊപ്പം നേരത്തെ സ്മൃതി പരുത്തിക്കാട് മാഡം സൂചിപ്പിച്ച ക്ഷേമ പെൻഷനുണ്ട്, ശമ്പളം മുടങ്ങിയതുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആയുധങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉറപ്പ് വരുത്തിയിരിക്കുന്നത്. മോദി ഗ്യാരണ്ടിയിൽ പ്രചാരണം തുടരുകയാണ് BJP. CAA എന്ന കേന്ദ്രത്തിന്റെ വജ്രായുധം ഉപയോഗപ്പെടുത്തുകയാണ് BJP. കേരളം ചിന്തിക്കുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു മഹാഭാരത യുദ്ധം സ്പെഷ്യൽ ഷോ. സ്വാഗതം. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സമ്മാനിച്ച ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. നമുക്ക് തെക്കുന്നു തന്നെ തുടങ്ങാം സാർ. അതെ, ഒരു 10 മണ്ഡലങ്ങളാണ് പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ 10 മണ്ഡലങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10 മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ സമവാക്യങ്ങളാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുക തുടങ്ങിയ വിഷയങ്ങളായിരിക്കും വിശദമായി ഈ 10 മണ്ഡലങ്ങളെയും ആസ്പദിച്ച് ഇന്ന് അടുത്ത 1 മണിക്കൂർ റിപ്പോർട്ടർ TV ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തലസ്ഥാനം എന്ന രീതിക്ക് മാത്രമല്ല, പ്രധാനപ്പെട്ട മണ്ഡലമാണ് 3 പാർട്ടികൾക്കും. അതെ, തിരുവനന്തപുരം ഇക്കുറി പിടിച്ചേ തീരൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് 3 മുന്നണികളും. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന K കരുണാകരനെയും PK വാസുദേവൻ നായരെയും നയതന്ത്ര വിദഗ്ധൻ VK കൃഷ്ണമേനോനെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും തലപ്പൊക്കമുള്ള നേതാവായ MN ഗോവിന്ദൻ നായരെ വിജയിപ്പിക്കുകയും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പും എഴുത്തുകാരി കമലാ സുരയ്യയും പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന കണിയാപുരം രാമചന്ദ്രനുമൊക്കെ മണ്ഡലത്തിൽ തോൽവി നുണഞ്ഞിട്ടുള്ളവരാണ്. ഈ ചരിത്രമൊക്കെ ഭയപ്പെടുത്തുന്നുണ്ടോ ഉണ്ണിസാർ? ഒട്ടും തന്നെയില്ല. കാരണം എപ്പോഴും തിരുവനന്തപുരം ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കാം. കാരണം ഇപ്പോൾ സുജയ വായിച്ചതുപോലെ ഏതൊക്കെ പ്രമുഖരെ വിജയിപ്പിച്ചിട്ടുണ്ട്, ഏതൊക്കെ പ്രമുഖരെ തറപറ്റിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് വോട്ടർമാർ. അതുകൊണ്ട് എപ്പോഴും പ്രവചനങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരു സ്ഥിതി, ഒരു രാഷ്ട്രീയ സ്ഥിതി, ഒരു സാമുദായിക സമവാക്യ സ്ഥിതിയൊക്കെ എപ്പോഴും തിരുവനന്തപുരം എന്ന മണ്ഡലത്തെ കേരളത്തിലെ ഏറ്റവും ആകാംക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇക്കുറിയും സ്ഥിതി വ്യത്യസ്തമല്ല. കാരണം നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഒരു മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ശശി തരൂർ, 3 തവണ വിജയിച്ച ശശി തരൂർ, ഇന്റർനാഷണൽ സിറ്റിസൺ എന്നാണല്ലോ പറയുന്നത്, വിശ്വപൗരൻ എന്നാണ് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതുപോലെ പന്ന്യൻ രവീന്ദ്രൻ, ഒരിക്കൽ അവിടെ വിജയിച്ചു വന്ന പന്ന്യൻ രവീന്ദ്രൻ ഇപ്രാവശ്യം LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. കേരളം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ചില സ്വഭാവങ്ങളുണ്ട്. മഞ്ചേശ്വരം പോലെ തന്നെ BJP എക്കാലത്തും സ്ഥാനാർത്ഥികളെ ഒന്ന് ക്ഷണിച്ച മണ്ഡലമാണ്. 3 സ്ഥാനാർത്ഥികളെയും ഫ്ലോറിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ശശി തരൂർ വേഴ്സസ് പന്ന്യൻ രവീന്ദ്രൻ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ. അവർ 3 പേരും തമ്മിലുള്ള പോരാട്ടം ഇക്കുറി കടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. 3 സ്ഥാനാർത്ഥികളും റിപ്പോർട്ടറിന്റെ ഫ്ലോറിൽ തയ്യാറാണ്. ഇനി ഇവർക്ക് ഏതൊക്കെ കണക്കുകൾ അവരെ പിന്തുണയ്ക്കുന്നതുണ്ട്, ഏതൊക്കെ കണക്കുകൾ അവർക്ക് ആശങ്ക നൽകുന്നതുണ്ട്, അതിലേക്കാണ് നമ്മൾ
നമ്മൾ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം അറിയണം 2019 എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിന്നത്, അതിൽ ആർക്കൊക്കെ അനുകൂലമായ ഘടകങ്ങൾ അതിലുണ്ട് എന്നതാണ് അറിയേണ്ടത്. ശശി തരൂർ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ എത്രയാണ്? കുമ്മനം രാജശേഖരൻ ആണ് 2019 BJPക്ക് വേണ്ടി ഇറങ്ങിയത്. സി ദിവാകരൻ CPIക്ക് വേണ്ടി, LDFന് വേണ്ടി സി ദിവാകരനും ഇറങ്ങുന്നു. അവിടെ 1 ലക്ഷം അടുപ്പിച്ച് ഭൂരിപക്ഷത്തിലേക്ക് ശശി തരൂർ വന്നെങ്കിൽ എത്ര വീതം വോട്ടുകൾ കിട്ടി? ആ കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. ശശി തരൂർ നോക്കൂ, 4,16,131 വോട്ടുകളാണ് ശശി തരൂർ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ സ്വന്തമാക്കിയത്. കുമ്മനം രാജശേഖരൻ രണ്ടാമത് ഫിനിഷ് ചെയ്യുന്നു, 3,16,142 വോട്ടുകൾ. സി ദിവാകരന് പക്ഷേ 2,58,556 വോട്ടുകളാണ് ലഭിച്ചത്. അതെ, അങ്ങനെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 99,989. ആ 8 മാറി 9 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഫാൻസി നമ്പർ ആയി. മാത്രമല്ല അത് 1 ലക്ഷത്തോട് അടുപ്പിച്ചുള്ള വോട്ടെന്ന് തന്നെ നമുക്ക് പറയാം. 13 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ 1 ലക്ഷം വോട്ട് കുമ്മനം രാജശേഖരനുമായിട്ടുള്ള പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ ശശി തരൂർ നേടി എന്ന് പറയുമ്പോൾ 2014 സ്ഥിതി കൂടി നമ്മൾ നോക്കണം. 2014 ശശി തരൂർ വെള്ളം കുടിച്ച മണ്ഡലമാണ്. O രാജഗോപാലിനെതിരെ ഏതാണ്ട് 14,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണെന്ന് ശശി തരൂർ വിജയിച്ചു വന്നത്. എന്നാൽ 2019 നിശ്ചയമായും പിന്നെ അനായാസമായി തന്നെ വിജയിച്ച് കയറാൻ ശശി തരൂരിന് കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ശശി തരൂർ സ്ട്രോങ് ആയൊരു മണ്ഡലം തന്നെയാണ്. ആ കാൻഡിഡേറ്റ് വളരെ സ്ട്രോങ് ആണ്, അവിടെ UDF വളരെ സ്ട്രോങ് ആണ്. പക്ഷേ നമ്മളൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടത്, അവിടെ 2014 2019 നമുക്കൊക്കെ അറിയുന്നത് പോലെ 3ാം സ്ഥാനത്തേക്ക് LDF പോയി എന്നുള്ളതാണ്. ആരായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി? സി ദിവാകരനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥി. അതിന് മുമ്പത്തെ സ്ഥാനാർത്ഥി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? LDFന്റെ സ്ഥാനം അതെ ബെനറ്റ് എബ്രഹാം. നമ്മളിപ്പം മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നമ്മൾ അത് ഓർത്തു വെക്കുന്നു. ഈ തിരുവനന്തപുരംകാർ പോലും ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബെനറ്റ് എബ്രഹാം പോലും താനവിടെ മത്സരിച്ചു. നല്ല ഓർമ്മയുണ്ട്, അത്രമാത്രം വിവാദമാണ് അത് ഉണ്ടാക്കിയത്. അതെ, പേയ്മെന്റ് സീറ്റ് അടക്കമുള്ള വിവാദങ്ങൾ. അപ്പൊ അങ്ങനെ അതെ, അപ്പൊ 2014 ശരിക്കും പറഞ്ഞാൽ മത്സരം LDFും BJPയും UDFും ആയിട്ടായിരുന്നു. 2019 സി ദിവാറിനെ പോലും നേതാവ് വന്നിട്ട് പോലും മത്സരം UDFും പന്ന്യൻ രവീന്ദ്രൻ വന്നതുകൊണ്ട് ആ വോട്ട് ശതമാനത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നറിയണമെങ്കിൽ 2019 ഓരോ മുന്നണിയും സ്വന്തമാക്കിയ വോട്ട് പെർസെന്റേജ് എത്രയാണ് എന്ന് കൂടി നമുക്ക് നോക്കണം. ആ ഒരു പോൾ ഗ്രാഫിലേക്കാണ് നമ്മൾ പോകുന്നത്. പോൾ ഗ്രാഫ് ഇതാ വന്നു കഴിഞ്ഞു. നോക്കൂ, UDF നേടിയിരിക്കുന്നത് 41.15% വോട്ടുകളാണ്. നോക്കൂ, LDFന്റെ പോൾ ഗ്രാഫ് ആ ബോക്സ് അത്ര താഴ്ന്നാണ് ഇരിക്കുന്നത്. LDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് 25.57% വോട്ടുകൾ മാത്രമാണ്. രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത NDA ആകട്ടെ 31.26%. നോക്കൂ, ആ ചുവന്ന കട്ടയ്ക്ക് അല്പം ഇരുത്തം വന്നിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 10% വോട്ടിന്റെ വ്യത്യാസത്തിലാണ്, ഏതാണ്ട് 11 അടുപ്പിച്ച ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ശശി തരൂർ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 1 ലക്ഷം എന്ന് പറയുന്ന വലിയ മാർജിനിലേക്ക് ശശി തരൂരിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന LDFന്റെ ശതമാനം എന്ന് പറയുന്നത് 25%. അതായത് 3ാം സ്ഥാനവും 1ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 16% വോട്ടിന്റെ വ്യത്യാസമാണ്. അപ്പോൾ പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. 16% വോട്ട് നേടിയാൽ മാത്രമേ ഈ പറയുന്ന വിജയം അവിടെ സ്വായത്തമാക്കാൻ കഴിയൂ. അതേസമയം BJPയെ സംബന്ധിച്ച് 10% വോട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് താരതമ്യേന ചെറിയ ടാസ്ക്കാണ് തിരുവനന്തപുരത്തുള്ളത്. അതേസമയം പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ് തിരുവനന്തപുരത്തുള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് 3 തവണ വിജയിച്ച ശശി തരൂരിന് 4ാം തവണ വിജയം ആവർത്തിക്കുക എന്ന് പറയുന്നത് ആന്റി ഇൻകംബൻസി ഉണ്ടോ? ശശി തരൂരിനെതിരെ അങ്ങനെ ഒരു വികാരമുണ്ടോ? അങ്ങനെ ഒരു വികാരം ഉണ്ടാകാതിരിക്കാതിരിക്കാൻ അദ്ദേഹം എന്തൊക്കെ ചെയ്യണം? അത് മാത്രമല്ല, BJPയിൽ കുമ്മനത്തെക്കാളും O രാജഗോപാലിനേക്കാളും സ്വീകാരനായി രാജീവ് ചന്ദ്രശേഖരൻ മാറുന്നുണ്ടോ? ആ രൂപത്തിൽ മണ്ഡലത്തിൽ അദ്ദേഹം അതെ, തിരുവനന്തപുരത്തിന്റെ ഒരു പൊതുവൊരു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആൾക്ക് വളരെ പെട്ടെന്ന് അക്സെപ്റ്റൻസ് കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. കാരണം ഇപ്പം ശശി തരൂർ വന്നപ്പോൾ ശശി തരൂരിനെതിരെ യഥാർത്ഥത്തിൽ ശശി തരൂരിന് അനുകൂലമായി വലിയൊരു വിഭാഗം ചിന്തിച്ചു. അങ്ങനെയാണ് വലിയൊരു നേട്ടത്തിലേക്ക് ശശി തരൂർ 2009 തെരഞ്ഞെടുപ്പിൽ എത്തുന്നത്. അപ്പോൾ 2009 ആ തെരഞ്ഞെടുപ്പിന് ശേഷം 2014 ശശി തരൂരിനെതിരെ പല ആരോപണങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു. ആ സംഭവങ്ങളൊക്കെ തന്നെയും ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2014 മോഡി ഫാക്ടർ വലിയ രീതിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോൾ ശശി തരൂർ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഒരു ക്യുക്ക് കണക്ക് 2021 അതുകൂടി നമുക്ക് ഓർമ്മിപ്പിക്കാം. ഇവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. എവിടെയൊക്കെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെയാണ് പോൾ പൊസിഷനിൽ ഇരു മുന്നണികളും നിൽക്കുന്നത്? BJP അക്കൗണ്ട് തുറന്നിട്ടില്ല. ഓഫ് കോഴ്സ് 2021 ലോക്സഭയിലെ ആ ഒരു ആനുകൂല്യം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ആ ഒരു മണ്ഡലം തിരിച്ചുള്ള ഡിവിഷനിലേക്ക് വരുമ്പോൾ കഴക്കൂട്ടം ചുവന്നു നിൽക്കുന്നു, വട്ടിയൂർക്കാവ് ചുവന്നു നിൽക്കുന്നു, തിരുവനന്തപുരം ചുവന്നു നിൽക്കുന്നു, നേമം പാറശാല ചുവന്നു നിൽക്കുമ്പോൾ കോവളം മാത്രമാണ് ചുവപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയും ചുവന്നു നിൽക്കുന്നു. ഒരേ ഒരു മണ്ഡലം കോവളം മാത്രമാണ് UDFന്റെ കിറ്റിയിൽ സേഫ് ആയിരിക്കുന്നത്. 2021 നിയമസഭാ
തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഉണ്ണിസാർ നോക്കൂ, ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സാമുദായിക സമവാക്യം. അതേക്കുറിച്ച് കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഡിസ്കഷനിലേക്ക് പോകാമെന്ന് കരുതുന്നു. സാമുദായിക വോട്ടുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ 2021 പ്രധാനപ്പെട്ട ഘടകമായി നിന്നതും സാമുദായിക വോട്ടുകളാണ്. ആ സമവാക്യം ഇക്കുറി തരൂരിനെ തുണയ്ക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ നോക്കുന്നത്. നോക്കൂ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓരോ സമുദായവും തിരിച്ച്, നമ്മൾ മതവും ജാതിയും പറയണമെന്നല്ല, പക്ഷേ വോട്ട് പെർസെന്റേജിനെ സ്വാധീനിക്കുന്ന തരത്തിലാണ് സാമുദായിക സമവാക്യം മണ്ഡലത്തിൽ കിടക്കുന്നത്. ഹിന്ദു വോട്ടർമാർ 76.8%, ക്രിസ്ത്യൻ വിഭാഗം 14%, മുസ്ലിം വിഭാഗം 9.1%, മറ്റുള്ളവരെല്ലാം ചേർന്ന് 0.01%. ഹിന്ദു വോട്ടുകൾ, അതിൽ തന്നെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ അങ്ങനെ വിഘടിച്ചു നോക്കുകയാണെങ്കിൽ പോലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പോകുന്നത്, വിധിയെ നിർണ്ണയിക്കാൻ പോകുന്നത് ഈ വോട്ടുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ആ കോമ്പിനേഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തിന്റെ സാമുദായിക സമവാക്യം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് 7 നിയമസഭാ മണ്ഡലങ്ങൾ ചിന്തിച്ചത് എന്നത് നമ്മൾ കണ്ടു. ഈ 7 നിയമസഭാ മണ്ഡലത്തിന്റെ സ്വഭാവം ഇക്കുറി ലോക്സഭാ മണ്ഡലം കാണിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ മാഡം? നോക്കൂ, ഈ 7 സ്മൃതി അല്ല, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പൊതുവെ ഒരു രാജഭരണത്തിന്റെ ഓർമ്മകളെ താലോലിക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു സവർണ ബോധം കൊണ്ടു നടക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അത് മണ്ഡലത്തിലൊരു പൊതു സ്വഭാവമാണ്. ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനൊപ്പമാണ് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും UDFിനൊപ്പം. അത് പൊതുവേ എല്ലാ മണ്ഡലങ്ങളും ആ രൂപത്തിലൊരു സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇത്തവണ പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ തന്നെ എടുത്തു നോക്കിയാൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. 2 തവണ പന്ന്യൻ MP ആയ ശേഷം പിന്നീട് അവിടെ നിന്നൊരു ഇടത് MP ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ എന്ത് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ അതിലൊരു വ്യക്തമായ മറുപടി പറയാനുണ്ടോ? തീർച്ചയായും. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് 2005 ഉണ്ണിസാർ. 19 വർഷം കഴിഞ്ഞു. ഒരുപാട് വെള്ളം അതിലെ ഒഴുകിപ്പോയി. അതെ. മാത്രമല്ല, ഇവിടുത്തെ ഈ സാമുദായിക സമൂഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ 7 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, കോവളത്ത് വിൻസെന്റിന്റെ മണ്ഡലം മാത്രമാണ് UDFിന്റെ കയ്യിലുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഈ ജാതി സമവാക്യം എപ്പോഴും വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് നമ്മൾ പറയുന്ന ഈ 76% അല്ലെ, ഈ 76% എന്ന് പറയുന്ന സമുദായത്തിന്റെ വോട്ട് 3ആയിട്ട് ഭിന്നിച്ചാണ് പോവുക. അവിടെ എപ്പോഴും അങ്ങനെയാണ്. അത് BJPക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 100 എന്നൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 40% വോട്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് എപ്പോഴും പോവുക BJPക്കാണ്. 30% വോട്ട് കോൺഗ്രസിനും പോകും, 30% വോട്ട് LDFിനും പോകും. ഇതാണ് അതിൻ്റെ ഒരു സമവാക്യം. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നോക്കൂ, ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന് പറയുന്നത് 14% ക്രിസ്ത്യൻസ് ഉണ്ട്, 9% മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ 23% വോട്ട് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുണ്ട്. ആ ന്യൂനപക്ഷ വോട്ട് ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യും. ഈ ആഡ് ഓൺ ചെയ്യുന്നത് ഏത് മുന്നണിയിലേക്കാണ് എന്നതിനെ ആസ്പദിച്ചാണ് എപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും നോക്കുമ്പോൾ എൻ ബ്ലോക്കായി വന്നിരിക്കുന്നത് UDFിലേക്കാണ്. കാരണം എന്താ വെച്ചാൽ 2ാം സ്ഥാനത്ത് BJP എത്തും, ഇനി നമ്മളൊരു വീഴ്ച വരുത്തിയാൽ അവർ 1ാം സ്ഥാനത്തെത്തും എന്ന് നല്ല ബോധ്യമുള്ള തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ വളരെ സെൻസിബിളായി വോട്ട് ചെയ്യുകയും 1ാം സ്ഥാനത്തെത്താൻ ആർക്കാണ് സാധ്യത, അത് LDFിനാണോ UDFിനാണോ എന്ന് നോക്കിയിട്ട് UDFിനാണ് സാധ്യതയെങ്കിൽ UDFിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ LDFിനാണ് ഇക്കുറി സാധ്യത എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് പന്ന്യൻ രവീന്ദ്രന് കിട്ടും. അങ്ങനെയാണ് അവിടുത്തെ സാമുദായിക ഇക്വേഷൻ എപ്പോഴും നിൽക്കുന്നത്. അപ്പം 23% എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് അവർക്ക് ഈ 76% ഒരു 60% ഹിന്ദു വോട്ട് സമാഹരിക്കാതെ അവിടെ ഒരു വിജയം സാധ്യമല്ല. കാരണം വെച്ചാൽ അവിടുന്ന് ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3ആയി വിഭജിച്ച് പോകാൻ സാധ്യതയുള്ള ഈ ഹിന്ദു നായർ വോട്ടുകളെ നിർബന്ധമായും അതിൻ്റെ ഒരു മേജർ ചങ്ക്, അതൊരു ചെറിയ ചങ്ക് പോരാ, അതൊരു വലിയ ഷെയർ കിട്ടിയാൽ മാത്രമേ BJPക്ക് അവിടെ അത്ഭുതം സൃഷ്ടിക്കൂ. അപ്പോൾ ശബരിമല പോലുള്ള വിഷയം അന്നുണ്ടായിട്ട് പോലും അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്ത് വിഷയമുണ്ട് എന്നുള്ള കാര്യം കൂടെ ഇപ്പോഴുള്ള വിഷയം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പേഴ്സണാലിറ്റി വേഴ്സസ് ശശി തരൂരിന്റെ പേഴ്സണാലിറ്റി. ആ 2 പേഴ്സണാലിറ്റികൾ നേരത്തെ ഉണ്ണിസാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സണാലിറ്റി ഫൈറ്റിലേക്ക് വരുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ എന്ന ഇരുത്തമെന്ന 78-കാരനായ നേതാവ് മത്സരിക്കുന്നു. ഒപ്പം 2 പേർ ആഗോളതലത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള 2 പേർ കൂടി ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തിരുവനന്തപുരം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ഇനി നമ്മൾ നേരെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് പോവുകയാണ്, കോഴിക്കോട്ടേക്ക് നമ്മൾ കയറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്ക് ചായാൻ മടി കാണിച്ചിട്ടുള്ള മണ്ഡലമാണ് കോഴിക്കോട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കടും ചുവപ്പാണ് മണ്ഡലത്തിന്റെ നിറം. ഹാട്രിക് തോൽവിയുടെ ക്ഷീണം തീർക്കുക, അതാണ് LDFിന്റെ ഇത്തവണത്തെ ലക്ഷ്യം. MK രാഘവനിലൂടെ ഒരിക്കൽ കൂടി മണ്ഡലം നിലനിർത്താമെന്നും കോഴിക്കോട് കരുതുന്നു. 2024 കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. MK രാഘവൻ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു, CPIM വേണ്ടി എളമരം കരീം, BJPക്ക് വേണ്ടി MT രമേശ്.
വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെ സാധ്യതയുള്ള കോഴിക്കോട് മണ്ഡലത്തിന്റെ 2019 തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി, തെരഞ്ഞെടുപ്പ് ഫലം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് വിശകലനങ്ങളിലേക്ക് പോകാം. എത്ര വോട്ടുകൾ വീതമാണ് ഇവർ മൂവർക്കും പിടിക്കാൻ കഴിഞ്ഞത്? 2019 തെരഞ്ഞെടുപ്പിൽ 3 പാർട്ടികളും പിടിച്ചത് എത്ര വീതം വോട്ടുകളാണ് എന്നതാണ് അറിയേണ്ടത്. MK രാഘവന്റെ അന്നത്തെ എതിരാളി A പ്രദീപ് കുമാർ ആയിരുന്നു. A പ്രദീപ് കുമാർ മാറിയാണ് ഇപ്പോൾ എളമരം കരീമാകുന്നത്. അന്ന് 4,93,444 വോട്ടുകളാണ് MK രാഘവന് നേടാൻ കഴിഞ്ഞതെങ്കിൽ A പ്രദീപ് കുമാറിന് 4,08,219 വോട്ടുകൾ. BJPക്ക് വേണ്ടി ഇറങ്ങിയ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് 1,61,216. അതിന്റെ ഫലം എന്ന് പറയുന്നത് 85,225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ MK രാഘവൻ എന്ന കോഴിക്കോടിന്റെ രാഘവേട്ടൻ നിഷ്പ്രയാസം ജയിച്ചു കയറുന്നതാണ് അവിടെ നമ്മൾ കണ്ടത്. മുന്നണികളുടെ വോട്ട് വിഹിതം കൂടി പറഞ്ഞു പോകാം. വോട്ട് എണ്ണം ഇത്രയാണെങ്കിൽ വോട്ട് വിഹിതം, ആ ശതമാനത്തിലെ കണക്ക് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ UDF-നും LDF-നും NDA-ക്കും കിട്ടിയ വോട്ട് വിഹിതത്തിലെ അന്തരം തന്നെ പറഞ്ഞു തരും അവിടുത്തെ ഇപ്പോഴത്തെ ഒരു പോൾ പൊസിഷൻ എന്താണ് എന്നുള്ളത്. നേരത്തെ കണ്ടതുപോലെയല്ല, ഒപ്പത്തിനൊപ്പം ഏറെക്കുറെ നിൽക്കാൻ സാധ്യതയുള്ളതാണ് LDF-ഉം UDF-ഉം. UDF-ന് 45.82% അവരുടെ വോട്ട് വിഹിതമെങ്കിൽ LDF-നത് 37.91%. NDA-ക്ക് ആകട്ടെ 15-ൽ എത്തിയിട്ടില്ല, തൊട്ടില്ല. 14.97% NDA-യുടെ വോട്ട് വിഹിതം. 2019 കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഈ കണക്ക് കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ ഇക്കുറി എങ്ങനെ മാറി മറിയും ഉണ്ണിസാർ? നിശ്ചയമായും ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മളിപ്പം നമുക്കറിയുന്നത് പോലെ ഈ ഇടതുപക്ഷത്തിനൊരു കോട്ട തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണ് കോഴിക്കോട് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വരുമല്ലോ, നിയമസഭാ മണ്ഡലത്തിലേക്ക് വരും. എന്തായാലും കോഴിക്കോട് വലിയ സ്വാധീനമാണ് ഇടതുപക്ഷത്തിനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അവിടെയും സാമുദായിക സമവാക്യങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. ഏതാണ്ട് 56% ഹിന്ദുക്കളെ അവിടെ ഉള്ളൂ, എന്നാൽ 36% മുസ്ലിങ്ങളുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 36% മുസ്ലിം വോട്ടിൽ എത്രത്തോളം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ അവിടുത്തെ വിജയവും പരാജയവും. ഓക്കെ മാഡം, നമുക്ക് അങ്ങനെയാണെങ്കിൽ 2021 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ പോയ അവിടുത്തെ കണക്കെന്ന് കൂടി എന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ബാലുശ്ശേരിയും എലത്തൂരും കോഴിക്കോട് നോർത്തും ഒക്കെ ചിന്തിച്ചത് എങ്ങനെയാണ്? 2021 ചുവന്ന് തന്നെ കിടക്കുകയാണോ കോഴിക്കോട്? നോക്കാം, ദാ ഫിഗർ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പോസ്റ്റർ തന്നെ ചുവപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഒരേ ഒരു മണ്ഡലത്തിൽ കൊടുവള്ളിയിൽ മാത്രമാണ് UDF-ന് സ്വാധീനമുള്ളത്. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം കംപ്ലീറ്റ് ടോട്ടൽ LDF, കൊടുവള്ളിയിൽ UDF. അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിൽക്കുന്നത്. നേരത്തെ ഉണ്ണിസ സൂചിപ്പിച്ച സാമുദായിക വോട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിവിഷൻ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റുള്ളവർ, അതെങ്ങനെയാണ് ഒരു ശതമാനം നിൽക്കുന്നത്? സാമുദായിക സമവാക്യം കോഴിക്കോട്ട് ഇക്കുറി എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? നിരവധി വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. ഹിന്ദു വോട്ടുകൾ അവിടെ 56.21% ഉള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ 3.3%, മുസ്ലിം വോട്ടുകൾ 36.7%, മറ്റുള്ളവർ 3.79%. ഇതിൽ തന്നെ നോക്കൂ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഈ 3 വോട്ടുകളിലെയും അന്തരം, ഹിന്ദു മുസ്ലിം വോട്ടുകൾ അത് ഏകീകരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ മാഡം? മാഡത്തിനും കൂടി കുറച്ചുകൂടി പരിചിതമായ സ്ഥലമാണ് അവിടെ EK ഇൻബിച്ച് ബാവ, MP വീരേന്ദ്രകുമാർ തുടങ്ങിയ നേതാക്കളൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ MK രാഘവൻ വന്ന ശേഷം അദ്ദേഹം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഇപ്പോൾ നേരത്തെ വർഷം ചൂണ്ടിക്കാണിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഒരു ഘടകം. അതിൽ ആരാണ് ഞങ്ങൾക്കൊപ്പം എന്നുള്ളൊരു കാര്യത്തിൽ അവരുടെ നിലപാട് ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്. സമസ്ത എടുക്കുന്ന നിലപാട്, ലീഗിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന, പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് രാഘവേട്ടനും കരീംക്കയും എന്നൊരു വിവാദം അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇടത്തിന് ചെറിയ പ്രതീക്ഷ വെക്കാമോ എന്നൊരു തോന്നുന്നു. നോക്കൂ, ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ MK മുനീർ ജയിച്ചു ഒഴിച്ചാൽ ബാക്കി ഇപ്പോൾ റിയാസിന്റെ മണ്ഡലമാണ് ബേപ്പൂർ അല്ലേ. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും അവിടുന്ന് ഇപ്പം CK ശശീന്ദ്രൻ അവിടുന്ന് കോഴിക്കോട് നിന്ന് വിജയിച്ചു വന്ന ആളാണ്. അതുപോലെ ആവുമ്പർ ദേവർകോവിൽ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഈ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും കൃത്യമായി ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കം ലഭിച്ച തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്. അപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ തന്നെയായിരുന്നു. എന്നിട്ട് അവർക്ക് ഈ 6 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ മുസ്ലിം സമുദായം കൃത്യമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് നിശ്ചയമായും അവിടെ പ്രതീക്ഷ വെച്ച് പുലർത്താം ഇളമരം കരീമിന്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കണക്ക് MK രാഘവൻ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, വളരെയധികം ജനകീയനായ കാൻഡിഡേറ്റ് ആണ്. മണ്ഡലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, 56% ഹിന്ദു വോട്ട്
വോട്ടുണ്ടെന്ന് പറയും. നമ്മൾ ഈ സാമുദായിക വോട്ടുകൾ വെച്ച് തന്നെ അനലൈസ് ചെയ്യാൻ കാരണം അത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം പ്രധാനമായ ഒരു ഫാക്ടറായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പം സാമുദായിക സമവാക്യം വെച്ച് നോക്കുമ്പോൾ 56% ഹിന്ദുക്കളുള്ള ആ മണ്ഡലത്തിൽ ഒരു നല്ല ശതമാനം ഹിന്ദു വോട്ട് രാഘവന് തന്നെയായിരിക്കും ലഭിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം നിർണായകമാകാൻ പോകുന്നത് നമ്മൾ ഈ പറയുന്ന 36% വരുന്ന മുസ്ലിം വോട്ടാണ്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ കോഴിക്കോട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലമാണ് CPM. കാരണം ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ അതെ ഈ പ്രശ്നം അതെ ഇനിയിപ്പോൾ CAയുടെ പ്രക്ഷോഭം അവിടെ തന്നെയാണ് നടത്താൻ പോകുന്നത്. LDF ഉടനെ തന്നെ ഒരു പ്രക്ഷോഭം അവിടെ ആസൂത്രണം അവിടെ നിന്ന് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ പരമാവധി ഈ പറയുന്ന മുസ്ലിം വോട്ടിനെ സമാഹരിക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് എളമരം കരീം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യത നിൽക്കുന്നത്. പിന്നെ കരീമിക്ക എന്നൊരു പ്രയോഗമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എല്ലാ രീതികളും അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന കോഴിക്കോട് മണ്ഡലം. പക്ഷേ ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെടുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകണമെന്ന് തീരുമാനിക്കുന്ന പക്ഷം അതിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കാൻ പോകുന്നത് MK രാഘവനായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് കൺസോളിഡേഷൻ സംഭവിക്കുമോ? മതത്തിന്റെയും ജാതിയുടെയും പ്രീണന തന്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുമോ കോഴിക്കോട്? ആകാംക്ഷ കൂടുകയാണ്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ വീണ്ടും കോഴിക്കോടിനെ കുറിച്ച് പറയും. കൂടുതൽ പ്രചാരണം കൊഴുക്കുമ്പോൾ വീണ്ടും എത്താം. നമുക്ക് വടക്കോട്ട് ഒന്നുകൂടി പോകാം. ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയുടെ മലയിടുക്കുകളിൽ രാഷ്ട്രീയം മാറി മറിയുന്നുണ്ടോ? വേനൽ ചൂടിൽ തിളയ്ക്കുന്നുണ്ടോ ഇടുക്കി? നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. നമ്മൾ പോകുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയിലേക്ക്, ഇടുക്കിയിലേക്ക്. അതിർത്തിയും കടന്ന് എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേർത്ത് വെച്ചാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി UDF-നോട് ചായ്വ്, നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ന് മേൽക്കൈ. പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മേൽക്കൈ ഉണ്ടാകാറില്ല എന്ന ചരിത്രവും മുന്നിലുണ്ട്. 2024 ഇടുക്കിയിൽ സ്ഥാനാർത്ഥികളായി ആരെയൊക്കെയാണ് അണിനിരത്തിയിരിക്കുന്നത് എന്നത് ഇതിനകം പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും നമുക്ക് അവരെ നമ്മുടെ ഫ്ലോറിലേക്ക് ക്ഷണിക്കാം. 2024 കാൻഡിഡേറ്റ്സ് ഓഫ് ഇടുക്കി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഡീൻ കുര്യാക്കോസ് കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു. ജോയ്സ് ജോർജ് CPIM-ന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കിയിലെ സവിശേഷതയായി പറയാൻ കഴിയുക. BDJS-ന്റെ സ്ഥാനാർത്ഥി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്, എങ്കിലും ലേറ്റസ്റ്റായി സംഗീത വിശ്വനാഥൻ എന്ന സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്തിരിക്കുന്നു BDJS പട്ടികയിലെ ഏക വനിതാ സ്ഥാനാർത്ഥി. അപ്പോൾ സംഗീത വിശ്വനാഥൻ, ജോയ്സ് ജോർജ്, ഡീൻ കുര്യാക്കോസ് ഈ 3 സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ 2019 തെരഞ്ഞെടുപ്പ് ഫലം ഇതിൽ 3 പേർക്കും നൽകുന്ന ആത്മവിശ്വാസം ഏതൊക്കെ തരത്തിലാണ് എന്ന് നോക്കാം. ഡീൻ കുര്യാക്കോസ് വലിയ ഭൂരിപക്ഷത്തിലേക്ക് നടന്നു കയറിയതാണ് നമ്മൾ 2019 കണ്ടത്. അതുകൊണ്ട് തന്നെ 2019 കണക്ക് ഇക്കുറി ആവർത്തിക്കാൻ ഡീന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് നേടിയത് 4,98,493 വോട്ടുകളാണ്. ജോയ്സ് ജോർജ് ആകട്ടെ 3,27,440 വോട്ടുകളും. ബിജു കൃഷ്ണനായിരുന്നു അന്ന് BDJS-ന്റെ സ്ഥാനാർത്ഥി. ഇക്കുറി അത് മാറുന്നു. ബിജു അന്ന് നേടിയത് 78,648 വോട്ടുകളാണ്. 1,71,053 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ഡീൻ കുര്യാക്കോസ് അവിടെ നിന്ന് ഇടുക്കിയിലെ മിടുക്കനായി മാറിയത്. മുന്നണികൾ തിരിച്ചുള്ള വോട്ട് വിഹിതം കൂടി വളരെ പെട്ടെന്നൊന്ന് പറയാം. UDF അന്ന് നേടിയ വോട്ട് വിഹിതവും LDF നേടിയ വോട്ട് വിഹിതവും തമ്മിൽ വലിയ അന്തരമാണ്. ഏറെക്കുറെ 20% വ്യതിയാനമുണ്ടായിരുന്നു അവരുടെ വോട്ട് വിഹിതം തമ്മിൽ. NDA വളരെ ഡിസ്റ്റന്റ് തേർഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെരി വെരി ഡിസ്റ്റന്റ് തേർഡ്. അങ്ങനെയാണ് NDA അന്ന് ഫിനിഷ് ചെയ്തത്. ഇടുക്കിയിലെ വോട്ട് ശതമാനം നോക്കൂ, ഗ്രാഫിൽ തന്നെ അത് വ്യക്തമാണ്. 54.21% UDF-ന്റെ കിറ്റിയിൽ 2019 വോട്ട് വിഹിതമായി കിടക്കുന്നത്. LDF-നാകട്ടെ അത് 35.61%, NDA-ക്ക് 8.55%. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്ന ഒരു ഇടുക്കിയാണ് നമ്മൾ കാണുന്നത്. അതായത് എല്ലാ മണ്ഡലങ്ങളിലും ആഞ്ഞുവീശിയ ആ LDF കാറ്റ് ഇടുക്കിയുടെ മലയിടുക്കുകളിലൂടെയും ആഞ്ഞുവീശുന്നതാണ് നമ്മൾ കണ്ടത്. മൂവാറ്റുപുഴ UDF-നൊപ്പം നിൽക്കുമ്പോൾ കോതമംഗലം LDF-നൊപ്പം ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കിയും തൊടുപുഴയും നിൽക്കുന്നത് UDF-നൊപ്പമാണെങ്കിൽ പീരുമേട് LDF-നൊപ്പം പോകുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ മുന്നണികൾക്ക് വലിയ പ്രതീക്ഷ വെക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്, മൂവാറ്റുപുഴയിലും അതുപോലെ തന്നെ തൊടുപുഴയിലും മാത്രമാണ് UDF-ന് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് 2021 നമ്മൾ കണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് സാമുദായിക വോട്ടുകളാണ്. സാമുദായിക വോട്ടുകളുടെ ആ ഒരു കണക്ക് കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പോകണം. ഇത് ഓരോന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പറയേണ്ട സാഹചര്യവുമുണ്ട്. സാമുദായിക വോട്ടുകൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. മണ്ഡലത്തിൽ ഹിന്ദു വോട്ടുകൾ 48.86%, ക്രിസ്ത്യൻ വോട്ടുകൾ 43.42%, മുസ്ലിം വോട്ടുകൾ 7.41%, മറ്റുള്ളവരെല്ലാം കൂടി 0.31%. ഇവിടെ നോക്കൂ, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെക്കുറെ സമാസമം നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഇടുക്കി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. വലിയ ഒരു മണ്ഡലം, അതായത് എറണാകുളത്ത് നിന്ന് 2, ഒപ്പം ഇടുക്കി ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായി
ഏറ്റവും വലുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലാണ് ഇടുക്കി കിടക്കുന്നത്. ഈ കിടപ്പ് ഇത്തവണ ആരെ തുടയ്ക്കും ഉണ്ണി സാർ? ഇവിടെ നോക്കൂ, ഇപ്പം നമ്മൾ എറണാകുളത്തിന്റെ ഭാഗമാണ് ആ രണ്ട് മണ്ഡലങ്ങൾ അല്ലേ, മൂവാറ്റുപുഴയും കോതമംഗലവും. അപ്പോൾ അത് നമ്മൾ അങ്ങ് മാറ്റിവെക്കാം. ബാക്കി നമുക്കിപ്പോൾ 2021 ഇടുക്കിയുടെ ഒരു സ്ഥിതി എന്താ? തൊടുപുഴയിൽ PJ ജോസഫ് വിജയിച്ചു എന്നുള്ള ഒഴിച്ചാൽ ബാക്കി എല്ലാ സീറ്റുകളിലും LDF ആണ് വിജയിച്ചിരിക്കുന്നത്. ഇടുക്കി ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. ഏതാണ്ട് 44% ആളുകൾ, ഇപ്പോൾ പത്തനംതിട്ടയിൽ 36-37% ഉള്ളൂ, കോട്ടയത്തും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇടുക്കി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷൻ അവിടെ അതെ. അപ്പോൾ അവിടെ നോക്കൂ, ഇപ്പോൾ 2016 2021 തൂത്തുവാരി വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്, LDF ഉണ്ടായത്. എന്തുകൊണ്ടാണത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി UDF നിന്ന് വലിയ രീതിയിൽ അകന്നു പോയി. ഇപ്പോൾ 2021 വരുമ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരോടൊപ്പം ആയിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ, LDFിനോടൊപ്പം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ജോസഫ് മാത്രമാണ് ഇപ്പുറത്തുള്ളത്. അപ്പം അവിടെ എന്നാൽ ഈ പറയുന്ന വന്യജീവി ആക്രമണം അടക്കമുള്ള പല വിഷയങ്ങളും വന്നിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, പഴയതുപോലെ സഭ LDFിനൊപ്പം നിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലത്തീൻ സഭയുടെ ഒരു ഇടയലേഖനം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ സഭ ഈ പറയുന്ന ഈ ഓർത്തഡോക്സ് മാർത്തോമ യാക്കോബൈറ്റ് അല്ലേ, യാക്കോബായ സമുദായവും ഓർത്തഡോക്സ് സമുദായവും യഥാർത്ഥത്തിൽ പരസ്യമായി തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് പ്രതിഷേധം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അർത്ഥത്തിൽ ഈ 44% വരുന്ന ക്രിസ്ത്യൻ വോട്ട് പോപ്പുലേഷൻ, വോട്ട് ബാങ്ക് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2019 നിശ്ചയമായും ഡീൻ കുര്യാക്കോസിന് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയ ആളാണ്. അതിനു മുമ്പ് ജോയ്സ് ജോർജിന് അഡ്വാൻറ്റേജ് കിട്ടാനുള്ള കാരണം എന്താ? കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായിട്ട് വലിയ വികാരമുണ്ടായിരുന്നു. ആ അർത്ഥത്തിലാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയാണ് ജയം ഒരുക്കി കൊടുത്തത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് അവിടെ വിജയിച്ചു വന്നത്. ഡീന് പക്ഷേ ഒരു വളരെ അനുകൂലമായ സാഹചര്യം 2019 ഉണ്ടായി. അത് നമുക്കറിയുന്നത് പോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം വന്നിരുന്നു. 2021 നേരെ തിരിച്ചാണ് ഇടുക്കി ചിന്തിച്ചത്. എല്ലാ സീറ്റുകളും തൊടുപുഴ ഒഴിച്ച് അവർ ഇടുക്കിയുടെ പ്രിയങ്കരനായ പുത്രൻ ആ സമയത്ത് UDFിനൊപ്പം നിൽക്കുന്നതാണ്. അതിനകത്ത് ഞാൻ പറയുന്നത് ഈ മൂവാറ്റുപുഴ നമുക്ക് എറണാകുളത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് വിടാം. അപ്പോൾ തൊടുപുഴയുടെ വെച്ചാൽ ഇടുക്കിയുടെ ഒരു പുത്രനായിട്ട് അവർ കാണുന്നത് PJ ജോസഫിനെയാണല്ലോ. അപ്പോൾ PJ ജോസഫിന് അവിടെ സേഫാണ്. ജോസഫിനെ അവർ വിജയിപ്പിച്ചു വിട്ടു. പക്ഷേ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അവർ വിജയിപ്പിച്ചത് LDFിനെയാണ്. പക്ഷേ ആ ഒരു വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷവും വളരെ പ്രാധാന്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്ന ആ അർത്ഥത്തിലായിരിക്കും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു റിസൾട്ട് ആയിരിക്കും ഇടുക്കിയിൽ ഉണ്ടാവും. മലയോര മേഖലയിലുള്ള വിഷയങ്ങളുണ്ട്. ഇത്തവണ കോടതിയിൽ വന്ന ഉത്തരവനുസരിച്ചുകൊണ്ട് കുടിയൊഴിപ്പിക്കുന്നതിനായി ചെല്ലുമ്പോൾ നേരിടുന്ന പ്രതിഷേധം, അങ്ങനെയുള്ള വിഷയങ്ങളിൽ സർക്കാർ വേണ്ട രീതിയിൽ ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ ഭൂപതിവ് ചട്ടം ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് CPMനുണ്ട്, ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട്. കാരണം വെച്ചാൽ ആ ഭൂപതിവ് ചട്ടത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവരാണ് ഇടുക്കിയിലുള്ള ആളുകൾ. ഇടുക്കി പ്രദേശവാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടയം, അവരുടെ ഈ ഭൂമിയുടെ തരംതിരിവ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. കയ്യേറ്റം എന്നുള്ളതിൽ കയ്യേറ്റമില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ മണിയാശാനെ പോലെ ഒരാളെ വലിയൊരു പ്രധാനപ്പെട്ട നേതാവായിട്ട് അവിടെ ഉയർന്നു വരുന്നത്. എന്താണ് ഇപ്പം മണിയാശാൻ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു കാലത്ത് VS അച്യുതാനന്ദൻ്റെ വലങ്കയായിരുന്ന ആളാണ് അല്ലേ. പക്ഷേ മതികെട്ടാൻ മുലയിൽ കയ്യേറ്റം തുടങ്ങി ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന മൂന്നാറിലേക്കുള്ള മറ്റേ ഈ കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും ഒക്കെ വിടാൻ തുടങ്ങിയ സമയം മുതൽ ഒറ്റ രാത്രി കൊണ്ട് മണിയാശാൻ തെറ്റി പിണറായി പക്ഷത്തിലേക്ക് മാറി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന പ്രശ്നം ഈ ഭൂമിയുടെ വിഷയമാണ്. ആ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വലിയ മുൻകൈ ഈ പ്രാവശ്യം എന്തായാലും LDF എടുത്തിട്ടുണ്ട്. പക്ഷേ വന്യജീവി ആക്രമണം അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വളരെ പ്രധാന. നോക്കൂ സ്മൃതി, ഏതാണ്ട് 6 പേര് കൊല്ലപ്പെട്ടു. അവിടെ 6 പേര് കഴിഞ്ഞ 3 മാസത്തിനകത്ത് കഴിഞ്ഞാൽ ഇടുക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇക്കുറി നിൽക്കുന്നത് ഈ വന്യജീവി വിഷയമാണ്. സുജയ, വയനാട് കഴിയല്ല. അല്ല, നമ്മൾ ശ്രദ്ധിക്കുന്നത് വയനാട് കഴിയല്ല. വയനാടിനേക്കാൾ കൂടുതൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് ഇടുക്കിയിലാണ്. 6 പേരാണ് അവിടെ മരിച്ചിരിക്കുന്നത്. ഓട്ടോയിൽ ഒരാൾ, ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുരേഷ് കുമാർ. വെച്ച് നോക്കുമ്പോൾ വയനാടാണ് അത് കൂടുതൽ പ്രോമിനന്റ് ആയി നമ്മൾ കാണുന്നത്. പക്ഷേ ഇടുക്കിയിൽ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. ഇടുക്കിയിലെ വോട്ട് വിഷയങ്ങൾ മാറിമറിയാം. അവിടെ BDJS വലിയ അത്ഭുതം കാണിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ BDJS വോട്ടുള്ള സ്ഥലമാണ് ഇടുക്കിയിൽ. BDJS വോട്ട്, നമ്മൾ ഈ ഹിന്ദു വോട്ട് എന്ന് പറയുന്നത്, വോട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഈഴവ വോട്ടുകളാണ്. അതിന്റെ ഒരു കൺസോളിഡേഷൻ BDJS വിജയത്തിലെത്തിയില്ലെങ്കിലും ഒരു സ്പോയിലർ എഫക്ട് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതെ, കാരണം അവരവിടെ മണ്ഡലത്തിൽ പരിചിതയാണ്. അതുകൊണ്ട് എഴുതി തള്ളാൻ കഴിയില്ല. ഒരു സ്പോയിലർ എഫക്ട് ഇടുക്കിയിൽ നിലനിൽക്കും. അതും ഗുണകരമാകാൻ പോകുന്ന ഡീൻ കുര്യാക്കോസിനാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ നമുക്ക് ഇടുക്കിയുടെ കാറ്റ് എങ്ങനെ വീശുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. നമുക്ക് നേരെ ചാലക്കുടിയിലേക്ക് പോകാം. ഇടുക്കിയിൽ നിന്ന് നേരെ ചാലക്കുടിയിലേക്ക് എത്തുമ്പോൾ വലതുപക്ഷത്തോടാണ് പൊതുവെ കൂറ്. ഇടതുപക്ഷത്തെയും വിജയിപ്പിച്ച് വിസ്മയിപ്പിച്ച ചരിത്രവുമുണ്ട് ചാലക്കുടി എന്ന പഴയ മുകുന്ദപുരത്തിന്. ചാലക്കുടി പുഴയുടെയും പെരിയാറിന്റെയും കരകളിൽ 2 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ്. 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2 തവണ കോൺഗ്രസും 1 തവണ NDAയും ചാലക്കുടിയിൽ വിജയിച്ചു. രാഷ്ട്രീയ ബലാബലത്തിനായി വീണ്ടും കാഹളം മുഴങ്ങുമ്പോൾ ആരായിരിക്കും ചാലക്കുടി പിടിക്കുക എന്നതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. ചാലക്കുടിയിൽ 2024 സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചാലക്കുടിയുടെ മണ്ണിലേക്ക് ഇക്കുറി വന്നിറങ്ങിയിരിക്കുന്ന 3 സ്ഥാനാർത്ഥികൾ BJP അല്ല, BDJS ആണ് ചാലക്കുടിയിൽ മത്സരിക്കുന്നത്. ഒപ്പം CPIM-ൽ നിന്ന് മുൻമന്ത്രി C. രവീന്ദ്രനാഥ് ഇറങ്ങുന്നു. ബെന്നി ബെഹനാൻ സിറ്റിംഗ് MP തന്നെ വീണ്ടും അവിടെ ഫീൽഡ് ചെയ്യപ്പെടുകയാണ്. ചാലക്കുടി എന്ന് പറയുന്നത് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? ചേലോടെ ചാലക്കുടി ആരെ വരവേൽക്കും? 2024 കാൻഡിഡേറ്റ്സ് റിപ്പോർട്ടറിന്റെ ഫ്ലോറിൽ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇവരുടെ മുന്നിലുള്ള കണക്കുകളാണ്. ആ കണക്കുകളിൽ ആർക്ക് പ്രതീക്ഷ വെക്കാം എന്നുള്ളതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ നേരിട്ടത് ഇന്നസെന്റിനെയാണ്. നടനും രാഷ്ട്രീയക്കാരനും ഒക്കെയായി മാറിയ എല്ലാവരെയും അടുപ്പിക്കാൻ ശേഷിയുള്ള ഇന്നസെന്റ് അവിടെ ബെന്നി ബെഹനാനോട് തോൽക്കുകയായിരുന്നു. AN രാധാകൃഷ്ണനാണ്, BJP ആണ് അവിടെ മത്സരിച്ചത്. അന്ന് നോക്കൂ, ഭൂരിപക്ഷം 1,32,274 വോട്ടുകളാണ്. 4,73,444 വോട്ട് പിടിച്ചു ബെന്നി ബെഹനാൻ. ഇന്നസെന്റിന് പിടിക്കാൻ കഴിഞ്ഞത് 3,41,170 വോട്ടുകൾ. AN രാധാകൃഷ്ണന് 1,54,159 വോട്ടുകളും. വോട്ട് വിഹിതം കൂടി പരിശോധിക്കാം. UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ട് വിഹിതത്തിലെ വ്യതിയാനമുണ്ട്. 13% വോട്ട് വ്യത്യാസം രണ്ട് മുന്നണികൾക്കും ഇടയിലുണ്ട്. UDF-ന് അന്ന് നേടാൻ കഴിഞ്ഞത് 47.80 വോട്ടുകൾ. LDF-ന് നോക്കൂ 34.45%. NDA-ക്കാകട്ടെ 15% ക്രോസ് ചെയ്യാൻ കഴിഞ്ഞ മണ്ഡലമാണ് ചാലക്കുടി, 15.56%. 2019 പോലെയല്ല 2021 ചിന്തിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ കണ്ടു. ചാലക്കുടിയുടെ മനസ്സ് എങ്ങനെയാണ് 2021 ചിന്തിച്ചത് എന്ന് നോക്കാം. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ, ആ 7 ഇടങ്ങളിൽ എങ്ങനെയായിരുന്നു ജനവിധി എന്ന് നോക്കിയാൽ കയ്പമംഗലം LDF-നൊപ്പം നിൽക്കുമ്പോൾ ചാലക്കുടി UDF-നൊപ്പം നിൽക്കുന്നു. ഏറെക്കുറെ വലിയൊരു പോരാട്ടം നടന്ന മണ്ഡലം എന്ന് പറയാൻ കഴിയും ചാലക്കുടിയെ. കൊടുങ്ങല്ലൂർ LDF-നൊപ്പം നിൽക്കുമ്പോൾ പെരുമ്പാവൂർ UDF-നൊപ്പം, അങ്കമാലി UDF-നൊപ്പം, ആലുവ UDF-നൊപ്പം, കുന്നത്തുനാട് LDF-നൊപ്പം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇക്കുറി മാറി മറയാൻ കെൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സമാസമം അല്ലെങ്കിൽ ബലാബലമുള്ള ഒരിടമായി 2021 തെരഞ്ഞെടുപ്പ് ഫലത്തിലും നമുക്ക് ചാലക്കുടിയിൽ കാണാം. ഇനി നമുക്ക് അവിടുത്തെ സാമുദായിക വോട്ടുകൾ എങ്ങനെയാണ്, സാമുദായിക സമവാക്യങ്ങൾ ചാലക്കുടിയിൽ കിടക്കുന്നത് എന്ന് കൂടി പരിശോധിക്കാം. അവിടെ 50%, കൃത്യം 50%-ന് മുകളിൽ വോട്ടുകൾ ഹിന്ദു വിഭാഗത്തിനാണ്. ക്രിസ്ത്യൻ 30%, മുസ്ലിം 17.50%, മറ്റുള്ളവർ 2.1%. ഇതാണ് ചാലക്കുടിയുടെ ഒരു സാമുദായിക സമവാക്യം. ഈ സമവാക്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്തവണ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്, അതാരെയൊക്കെ തുണയ്ക്കുമെന്നുള്ളതിന്റെ വിശകലനത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ചാലക്കുടി എന്ന് പറയുമ്പോൾ അതൊരു ഉറച്ച സീറ്റാണെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം എതിരാളികളെ വെച്ചുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസം, അത് ആ തോത് ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ മുൻമന്ത്രി C. രവീന്ദ്രനാഥ് ചില്ലറക്കാരനാണോ ഉണ്ണിസാർ? ഇല്ല, നോക്കൂ, കേരളത്തിലെ UDF-ന്റെ ഏറ്റവും ഉറച്ച മണ്ഡലമാണ് ഈ പറയുന്ന ചാലക്കുടി എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട, ചാലക്കുടിയിൽ എപ്പോഴും UDF-നാണ് അപ്പർ ഹാൻഡ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് ആ മണ്ഡലം പലപ്പോഴും തോറ്റിട്ടുള്ളത്. ഇപ്പം മുകുന്ദപുരമായിരുന്ന കാലത്ത് പത്മജ വേണുഗോപാലാണ് അവിടെ മത്സരിച്ചത്. അന്ന് അതിനെതിരായിട്ടൊരു വികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ആരാണെന്നറിയോ എതിരായിട്ട് മത്സരിച്ചത്? LDF-ന്റെ ലോനപ്പൻ നമ്പാടനാണ്. വളരെ തമാശയാണ്. കാരണം വെച്ചാൽ ലോനപ്പൻ നമ്പാടൻ ഈ കൗണ്ടിംഗ് ഒക്കെ അങ്ങ് വിട്ടു. അത് വിജയിക്കുമെന്ന് പോലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്പാടൻ ഭാഷ അവിടെ വിജയിച്ചു വന്നത്. അത് പത്മജയ്ക്കെതിരായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ഒരു വികാരത്തിൽപ്പെടുകയും അങ്ങനെ തോപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് പത്മജ ഇപ്പോൾ BJP-യിൽ പോകുന്നതിന്. അതെ. എന്നാൽ അതിനുശേഷം വന്ന തൃശ്ശൂരിലെ തോൽവിയും പത്മജയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. പത്മജ എത്ര വോട്ടിനാണ്? 1900 വോട്ടിനും കണ്ടാണ് പിന്നെ തൃശ്ശൂരിൽ തോറ്റത് ഈ പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതും കോൺഗ്രസ്സുകാർ പാരവെച്ചു, കാലുവാരി എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2014 ഞാൻ 2014 ഇന്നസെന്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് എവിടെ നിന്നാണെന്നറിയോ? എറണാകുളത്ത് നിന്നാണ്. മൂപ്പര് മണ്ഡലത്തിലേക്ക് തന്നെ പോകുന്നില്ല. കാരണം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. KP ധനപാലൻ അവിടെ 2014 മത്സരിച്ചിരുന്നുവെങ്കിൽ ഇന്നസെന്റ് വിജയിക്കില്ല. അവിടെയും കോൺഗ്രസ് ആണ് കുഴപ്പമുണ്ടാക്കിയത്. അന്ന് PC ചാക്കോ തീരുമാനിച്ചു തൃശ്ശൂരിൽ തനിക്ക് ആന്റി ഇൻകംബൻസി ഉണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള മണ്ഡലത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കോൺഗ്രസ്സുകാർ പിന്നെ തോപ്പിച്ചു കൊടുത്തു PC ചാക്കോയെ. അങ്ങനെയാണ് ആ മണ്ഡലം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ 2019 അത് ബെന്നി ബെഹനാൻ തിരിച്ചു പിടിച്ചു. അടിസ്ഥാനപരമായി ചാലക്കുടി എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നോക്കിക്കേ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അപ്പർ ഹാൻഡ് ലോക്സഭാ മണ്ഡലത്തിൽ UDF-നുണ്ടെങ്കിൽ അത് ചാലക്കുടിയില്ല. 4 നിയമസഭാ മണ്ഡലങ്ങൾ UDF-ന്റെ കയ്യിലാണ്. ഞാൻ ചോദിക്കുന്നത്, UDF-ന് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ പത്മജ മത്സരിച്ച് തോറ്റെങ്കിലും അത്രയും വോട്ട് പിടിച്ചതല്ലേ? ഒരു പത്മജ എഫക്ട് മാഡം പ്രതീക്ഷിച്ചുകൂടെ ചാലക്കുടി? പത്മജ എഫക്ട് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവിടെ ചില മണ്ഡലങ്ങളിൽ ഈ 2020 സ്വാധീനമുണ്ട് എന്ന് പറയുന്നത് കുന്നത്തുനാട് അത് പ്രതിഫലിച്ചതാണല്ലോ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അതൊരു അത് വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 2000-3000 വോട്ടിന്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മേജർ ഷിഫ്റ്റാണ്.
അത് ആളുകളെ അപകടത്തിലാണ്. ഏത് മുന്നണിയെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ 30% ക്രിസ്ത്യൻ വോട്ടുണ്ട്, ഏതാണ്ട് ഒരു 17% മുസ്ലിം വോട്ടുണ്ട്. ഓൾമോസ്റ്റ് 47% വോട്ടെന്ന് പറയുന്നത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. അത് തന്നെയാണ് എപ്പോഴും ഈ പറയുന്ന UDFിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ സ്ഥലത്ത്. പിന്നെ ബാക്കിയുള്ള ഹിന്ദു വോട്ടിൻ്റെ കുറച്ച് വോട്ട് കൂടി പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആരും LDFന് വോട്ട് ചെയ്യത്തില്ലെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ മേജർ വോട്ട് ഷെയർ എപ്പോഴും ആ വോട്ട് ബാങ്കിൽ നിന്ന് പോകുന്നത് UDFന് അനുകൂലമായിട്ടാണ് പോൾ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ കൂടെ ഒരു നല്ല ശതമാനം, ഒരു അത്യാവശ്യം നല്ല ശതമാനം വോട്ട് ഹിന്ദുക്കളുടെ കൂടി സമാഹരിക്കാൻ കഴിയുമ്പോഴാണ് എപ്പോഴും ഈ ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ബോധപൂർവ്വമല്ല, അഡ്വക്കേറ്റ് ചാർലി പോൾ, ക്ഷമിക്കൂ, അഡ്വക്കേറ്റ് ചാർലി പോളാണ് അവിടെ 2020 സ്ഥാനാർത്ഥി. BJP നേരത്തെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതെ, സാബു ജേക്കബിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വന്നിരുന്നു. BJP അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നു. ശരിയാണ്, നമ്മൾ ഈ 2020 ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് തന്നെ അവിടെ കാണണം. പക്ഷേ 2020 പിടിക്കുന്ന വോട്ടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇക്കുറി ദോഷം ചെയ്യാൻ പോകുന്നത് LDFനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും ഒരു ആൻറ്റി ഇൻകംബൻ്റ് വോട്ടേ അവിടെ വരത്തുള്ളൂ, അങ്ങോട്ടേക്ക് വരത്തുള്ളൂ. ഇപ്പോൾ ഒരു ആദർശത്തിൽ ഊന്നിയിട്ടൊന്നുമുള്ള ഒരു മത്സരത്തിലല്ലല്ലോ അവർ ഏർപ്പെട്ടിരിക്കുന്നത്, ഒരു ഐഡിയോളജി മുന്നോട്ട് വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലുള്ള വീഴ്ചകളൊക്കെ വെച്ചിട്ടാണല്ലോ അവിടെ സ്വന്തം നിലയ്ക്ക് കുറേ വികസന പദ്ധതികൾ നടപ്പാക്കിയാണല്ലോ സാബു ജേക്കബ് ഈ ആളുകളെ പിടിച്ചത്. അവിടുത്തെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ് കേട്ടോ. അവിടെ പിന്നെ കുറേ ആളുകൾക്ക് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം അവിടെ ആ പാർട്ടിയെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വികാരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവർക്കെതിരായിട്ടുള്ള വികാരമായിരിക്കും. അത് LDFനെ ദോഷം ചെയ്തുള്ളൂ. ആ അർത്ഥത്തിൽ ഈ ചാർലിയുടെ എന്താ അദ്ദേഹത്തിൻ്റെ പേര്, ചാർലി പോളിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല UDFന് അവിടെ ഭീഷണിയാവുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇക്കൊരു സേഫായ മണ്ഡലമാണ് UDFനെ സംബന്ധിച്ച്. ബെന്നി ബെഹനാൻ നല്ല സേഫാണ് എന്ന ഒരു ടാഗ് ലൈനിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി പ്രചാരണം കൊഴുക്കുമ്പോൾ അറിയാം, മുൻമന്ത്രിയാണ് C രവീന്ദ്രനാഥ്, പരിചിതനാണ്, അദ്ദേഹം ജനകീയനൊക്കെയാണ്. അതെ, ആ പ്രതിച്ഛായ വോട്ടായി മാറിയാൽ ഒരുപക്ഷെ ചാലക്കുടിയും ആ ഒരു കുടി വിട്ടു പോകേണ്ടി വരും ബെന്നി ബെഹനാനെ. നോക്കാം നമുക്ക്. എന്തായാലും ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് നേരെ ചുരം കയറി വയനാട്ടിലേക്ക്. വെൽക്കം ബാക്ക്. നമ്മൾ ഇതുവരെ കണ്ടതിലെ ഒരു യങ്സ്റ്റർ, ആ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ചരിത്രമൊന്നും അങ്ങനെ പറയാനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി അങ്ങനെ പറയാൻ കഴിയാത്ത ചരിത്രം ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം 2009 വയനാട് മണ്ഡലം നിലവിൽ വരുന്നത് തന്നെ. വയനാട്, കോഴിക്കോട്, മലപ്പുറം 3 ജില്ലകളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന വയനാട് ലോക്സഭാ മണ്ഡലം. 2024 സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. വയനാട്ടിൽ NDAക്ക് ഇതുവരെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇക്കുറി കളത്തിലിറങ്ങിയിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെയും അവർ പ്രഖ്യാപിച്ചതായി കാണുന്നു. അപ്പോൾ 2 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മുന്നണികളുടെ മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് അവരുടെ 2 പേരുടെയും പേരുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വെൽക്കം രാഹുൽ ഗാന്ധി ആൻഡ് ആനി രാജ ടു ദ ഫ്ലോർ. നമുക്ക് 2019 കണക്ക്, തെരഞ്ഞെടുപ്പ് ഫലം ഏത് മുന്നണിക്കാണ് ആത്മവിശ്വാസം കൂട്ടുന്നതെന്ന് നോക്കാം. അതിൽ സംശയമൊന്നുമില്ല, രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട അസ്ത്രം പോലെ മുകളിലേക്ക് പോകുന്നതാണ് കഴിഞ്ഞ തവണ വോട്ടെണ്ണുമ്പോൾ നമ്മൾ കണ്ടത്. ആ വോട്ട് എണ്ണി ലാൻഡ് ചെയ്തത് 7,06,367 എന്ന് പറയുന്ന മാജിക് ഫിഗറിലേക്കാണ്. ഭൂരിപക്ഷമാകട്ടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷവും. PP സുനീർ ആയിരുന്നു സ്ഥാനാർത്ഥി. 2,74,597 വോട്ടുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ PP സുനീറിന് പിടിക്കാൻ കഴിഞ്ഞത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് 78,816 ഒതുങ്ങേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷം 4,31,770 വോട്ടുകൾ. മുന്നണി തിരിച്ചുള്ള വോട്ട് വിഹിതം നോക്കിയാലും ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ വ്യത്യാസമാണ് UDFും LDFും തമ്മിൽ ഉള്ളത്. ആ ഒരു വോട്ട് വിഹിതത്തിലേക്ക് കൂടി നമുക്ക് പോകാം. UDFും LDFും NDAയും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും. ആ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. UDFിൻ്റേത് 64.64%, LDFന് 25.13%, NDAക്ക് 7.21%. വലിയ വോട്ട് വിഹിതം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിക്കുറി ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയ ഈ മൃഗീയ ഭൂരിപക്ഷം നിലനിർത്താൻ ഏതൊക്കെ മണ്ഡലങ്ങളിൽ UDFന് കഴിഞ്ഞു? അതുകൂടി നമുക്ക് നോക്കാം. മാനന്തവാടി ചുവന്നു തന്നെ കിടക്കുകയാണ്. 2021 ചുവന്ന് കിടക്കുന്നു. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, അതോടൊപ്പം തന്നെ ഏറനാട്, വണ്ടൂർ, ഇത്രയും മണ്ഡലങ്ങളാണ് UDFിനൊപ്പമുള്ളത്. നിലമ്പൂരും തിരുവമ്പാടിയും അതോടൊപ്പം തന്നെ മാനന്തവാടിയും LDFിനൊപ്പവുമാണ്. പൂർണ്ണമായും UDFിന് ഒരു അഡ്വാൻറ്റേജ് അവിടെ നിൽക്കുന്നുണ്ട്. സിറ്റിംഗ് MP രാഹുൽ ഗാന്ധിക്ക് അധികം ഭയപ്പെടേണ്ടതില്ല എന്നതാണ് നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴും ആനിരാജ് അവിടെ നിൽക്കുന്നു. അപ്പോൾ ആനിരാജ് വരുമ്പോൾ ഈ സാമുദായിക വോട്ടുകളിൽ എങ്ങനെയായിരിക്കും ഒരു ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നത്? ഏത് വഴിക്ക് ആ വോട്ടുകൾ നീങ്ങുമെന്നറിയാൻ സാമുദായിക സമവാക്യം നോക്കാം. ഹിന്ദു വിഭാഗം 45%, ക്രിസ്ത്യൻ 13.7%, മുസ്ലിം 40%.
41%, മറ്റുള്ളവർ 0.30. ഈ മണ്ഡലത്തിൽ ഹിന്ദു മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ ഒരേ രീതിയിൽ 40% മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആരെ തുണയ്ക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തിന്റെ അത്രയും എത്താൻ കഴിയില്ല എന്ന് ഇതിനകം തന്നെ വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആനി രാജ എന്ന എതിർ സ്ഥാനാർത്ഥി കൂടി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും മാഡം വയനാടിന്റെ ഒരു പോൾ പിക്ചർ? ആനി രാജ ഒരു ശക്തയായ എതിരാളി എന്ന രൂപത്തിൽ കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ വലിയ ഭൂരിപക്ഷം എന്തായാലും കിട്ടില്ല. മണ്ഡലത്തിൽ എപ്പോഴും എത്താത്ത MP എന്നൊരു പരാതി അവിടെ നിൽക്കുന്നുണ്ട്. അതിലപ്പുറം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, വിവാദങ്ങൾ, അതായത് വന്യജീവി ആക്രമണം. നമ്മൾ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണല്ലോ, വന്യജീവി ആക്രമണം. അതിൽ വനമന്ത്രി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം, അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചൊക്കെ നമ്മൾ കണ്ടാണ്. ആ ആക്രമണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം, ജനജീവിതം എല്ലാ തരത്തിലും സ്തംഭിച്ചൊരു സാഹചര്യം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാകും എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവിടെ തന്നെ ബിഷപ്പുമാർ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഭ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇടുക്കിയിൽ ക്രിസ്ത്യൻ വിഭാഗവും ഹിന്ദു വിഭാഗവും ഏകദേശം ഒരുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ മുസ്ലിം വിഭാഗവും ഹിന്ദു വിഭാഗവുമാണ്. അപ്പോൾ പൊതുവെ ഉറച്ച UDF മണ്ഡലമാണ്. ആ രൂപത്തിൽ രാഹുൽ ഗാന്ധി പഴയ ആ ഒരു പ്രതാപത്തിൽ ജയിക്കില്ലായിരിക്കാം, പക്ഷേ ഉറച്ച മണ്ഡലമാണ്. ഈ ആദ്യത്തെ മത്സരം എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു വലിയ മുന്നേറ്റമുണ്ട്. അത് നമ്മൾ നിശ്ചയമായും അംഗീകരിക്കണം. 2019 സ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രിയാണ് വിജയിപ്പിച്ചത്. അതെ, എന്ന് മാത്രമല്ല വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് പിന്നെ ഒരു കൊടുങ്കാറ്റായിട്ട് കേരളത്തിലുടനീളം ആഞ്ഞടിച്ച് ഈ പറയുന്ന 19 സീറ്റിന്റെ വിജയം UDFന് നേടിക്കൊടുത്തതെന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 41% മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പം നിലമ്പൂര്, വണ്ടൂര്, ഏറനാട് ഇത് മലപ്പുറത്തിന്റെ ഭാഗമാണ്, തിരുവമ്പാടി കോഴിക്കോട് മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ തിരുവമ്പാടിയിൽ നല്ല ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്, ഒരു സംശയവും വേണ്ട. പിന്നെ അതേപോലെ ഈ പറയുന്ന വണ്ടൂരും ഏറനാടും നിലമ്പൂരും മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. ബത്തേരിയും കൽപ്പറ്റയും ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ കയ്യിലാണല്ലോ. IC ബാലകൃഷ്ണനും T സിദ്ദിഖുമാണ് അവിടുത്തെ MLA മാരെന്ന് പറയുന്നത്. ഓർക്കകൾ മാത്രമാണ് അവിടുന്ന് വയനാട്ടിൽ നിന്നുള്ള LDF MLA എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ സമ്പൂർണ്ണമായും UDFന് ആധിപത്യമുള്ള UDFന്റെ വോട്ട് ബാങ്ക്, അത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു വോട്ട് ബാങ്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് പിന്നെ വയനാട് എന്ന് പറയുന്നത്. അപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനത്തെ മണ്ഡലം എന്ന് പറയുന്നത് വയനാട് മണ്ഡലമാണ്. അവിടെ MI ഷാനവാസ് പോലും വളരെ അനഭിമതനായിരുന്നു. അടുത്ത പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഷാനവാസിനെ വലിയ ഭൂരിപക്ഷം, അന്ന് സംസ്ഥാനത്ത് ഷാനവാസ് ജയിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട് മണ്ഡലത്തിൽ. അതിനുശേഷമാണ് പിന്നെ 2014 അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയുന്നത്. 2019 വരുമ്പോൾ വയനാട്ടിൽ വലിയ ഭൂരിപക്ഷം നോക്കിക്കേ. രാഹുൽ ഗാന്ധി വെച്ചാൽ അന്ന് സുനീർ അല്ലേ മത്സരിച്ചത്, PP സുനീർ മത്സരിച്ചപ്പോൾ സുനീറിന് കിട്ടിയ വോട്ടിന്റെ ഇരട്ടി വോട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. വയനാട്ടിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2 ലക്ഷം വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അത് പക്ഷേ 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഞാൻ വിചാരിക്കുന്നത് ഈ സുനീറിന്റെ അത്രയും നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല ആനി രാജയെ. ഒരുപക്ഷെ പിന്നെ വോട്ട് കൂടുതൽ പിടിക്കുമായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ കണ്ടതിൻ്റെ ഒരു ആവേശം, പിന്നെ നേരത്തെ സുജയ പറഞ്ഞ കണക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തോന്നൽ, ഇതെല്ലാം കൂടെ വർക്ക് ചെയ്തിട്ട് ഈ പറയുന്ന വലിയൊരു ഭൂരിപക്ഷം 40% ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്വയം തോന്നേണ്ട ഇത്ര ഭൂരിപക്ഷം പിടിക്കണമെന്ന ആഗ്രഹത്തെക്കാൾ രാഹുൽ ഗാന്ധിയെ രാജ്യത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നുള്ളത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി ലീഗും കോൺഗ്രസും എടുത്തു. അബ്സല്യൂട്ട്ലി, പ്രത്യേകിച്ച് ലീഗ് എടുത്തിരുന്നു. അതുകൊണ്ട് കാരണം ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത് ലീഗിനറിയാം, ലീഗിന്റെ ആധിപത്യത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ച് വലിയ രീതിയിൽ വിജയിപ്പിക്കുക എന്നുള്ളത് ലീഗിന്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിരുന്നു. അത് തന്നെ അവരങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ എൻ്റെ ഒരു ആശങ്ക ഇത്രയേ ഉള്ളൂ. എന്തായാലും ആനി രാജ തോറ്റു പോകുന്ന കാര്യത്തിനകത്ത് ഒരു സംശയവും ആർക്കുമില്ല. അത് രാഹുൽ ഗാന്ധി ഒരു ആ ഇലക്ഷൻ റിസൾട്ട് ഫോർഗോൺ കൺക്ലൂഷൻ തന്നെ നമുക്ക് പറയാം. ഈ പറയുന്ന ഭൂരിപക്ഷത്തിൽ എത്ര ഏറ്റക്കങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് മാത്രമാണ്. സുനീർ ഒരു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ ആനി രാജ എത്രത്തോളം പരിചിതയാണെന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മൂന്നാമൻ വന്നിട്ടുമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി നിസാരമായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലം മാത്രമാണത്. അതിൽ എത്ര ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമേ ഇനി അറിയാനുള്ളൂ. അപ്പോൾ ആനി രാജയ്ക്ക് വിജയ സാധ്യതകൾ നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ് വയനാട് മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഒരു കൺക്ലൂഷൻ. പക്ഷേ സ്ഥിതിഗതികൾ മാറി മറിയാം. NDAയുടെ സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടുമില്ല. നമ്മൾ ഇനി പോകുന്നത് ആലത്തൂരിലേക്കാണ്. മണ്ഡലം രൂപീകരിച്ചതു മുതൽ ചെങ്കൊടി പാറിയ മണ്ഡലം. 2019 UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ് ചെങ്കോട്ടയിൽ നിന്ന് പാട്ടും പാടി ജയിച്ചത്. പാലക്കാട് ജില്ലയിലെ 4, തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലത്തൂരിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. 2024 ആലത്തൂരിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? 2 സ്ഥാനാർത്ഥികളെ ഇവിടെയും ആയിട്ടുള്ളൂ. വയനാട് പോലെ തന്നെ ഇവിടെയും NDA കാൻഡിഡേറ്റ് ഇസ് മിസ്സിംഗ്.
അവിടുത്തെ ആളുകൾ ചോദിക്കുന്നു NDAയുടെ സ്ഥാനാർത്ഥി എവിടെയെന്ന്. ആലത്തൂരിൽ 2024 സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് MP രമ്യ ഹരിദാസ് കോൺഗ്രസിന് വേണ്ടി ഇക്കുറിയിറങ്ങുമ്പോൾ മന്ത്രി K രാധാകൃഷ്ണനെയാണ് CPIM അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. സീറ്റ് തിരിച്ചുപിടിക്കുക, ചെങ്കോട്ട, അങ്ങനെ കോൺഗ്രസ് കൊണ്ടുപോകേണ്ട കോട്ട തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം K രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ, അവിടെയൊക്കെ ജനകീയനായ ഒരു നേതാവിനെ ഇറക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന എന്താണ്? ഇക്കുറിയും പാട്ടും പാടി ജയിക്കാൻ കഴിയുമോ രമ്യ ഹരിദാസിന്? കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ രമ്യ ഹരിദാസ് സ്വന്തമാക്കിയത് 5,33,815 വോട്ടുകളാണ്. നോക്കൂ, PK ബിജു ആയിരുന്നു അന്നവിടെ സ്ഥാനാർത്ഥി. PK ബിജുവിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന അപസ്വരങ്ങൾ രമ്യയ്ക്ക് അനുകൂല സ്വരങ്ങളായി മാറിയതാണ് കണ്ടത്. 3,74,847 വോട്ടേ ഇടതുകോട്ടയിൽ PK ബിജുവിന് പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. TV ബാബു അവിടെ സ്വന്തമാക്കിയത് 89,837 വോട്ടുകളാണ്. 1,58,968 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗറോടുകൂടി രമ്യ ഹരിദാസിന്റെ അരങ്ങേറ്റം നമ്മൾ കാണുന്നു ആലത്തൂരിൽ. മുന്നണികൾ തിരിച്ചുള്ള വോട്ട് വിഹിതം, അതിലുമുണ്ട് വലിയ അന്തരം. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 16% നിൽക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാകും എത്രത്തോളം വലിയ ആധിപത്യം അവിടെ രമ്യ ഹരിദാസിനും സംഘത്തിനും സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്ന്. 52.37% UDFിന്റെ വോട്ട് വിഹിതം, LDFിന്റേത് 36.77%. NDA 10% പോലും എത്തിയില്ല അവിടെ എന്നതും ശ്രദ്ധേയമാണ്. 8.81%. 10-ലെത്തിയില്ല കഴിഞ്ഞ തവണ. ഇക്കുറി സ്ഥാനാർത്ഥിയുമായിട്ടില്ല NDAക്ക് ഇതുവരെ. 2021 തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ നിയമസഭയിൽ എങ്ങനെയാണ് ആലത്തൂർ ചിന്തിച്ചത്? ആലത്തൂരിന്റെ ഒരു സ്വഭാവം പ്രകടമാക്കിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മൾ കണ്ടത്. ആലത്തൂർ ചുവന്ന് 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 തുടുത്തു കിടക്കുന്നതാണ് 2021 നമ്മൾ കണ്ടത്. നോക്കൂ, ഇക്കുറി ഇതാണ് K രാധാകൃഷ്ണനെ ഫീൽഡ് ചെയ്യുന്നതിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവിടെ LDFിന് കൂട്ടുന്നതും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, സാമുദായിക സമവാക്യങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആലത്തൂരിൽ. കാരണം നോക്കൂ, ഹിന്ദു വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട് ആലത്തൂരിൽ. ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക് പോയാൽ ആ പിക്ചർ കുറച്ചുകൂടി വ്യക്തമാകും. നോക്കൂ, 75.30% ഹിന്ദു വോട്ടുകൾ അവിടെയുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ 8.90%, മുസ്ലിം വോട്ടുകൾ 15.10%, മറ്റുള്ളവർ 0.7%. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു സാമുദായിക സമവാക്യം നിൽക്കുന്നത്. ആലത്തൂരിൽ ഇക്കുറിയും പാട്ടും പാടി ജയിക്കുമെന്നാണ് മാഡം നമ്മളോട് രമ്യ ഹരിദാസ് പറഞ്ഞത്. പക്ഷേ ഇറങ്ങുന്ന എതിരാളി എന്ന് പറയുന്നത് മന്ത്രി K രാധാകൃഷ്ണനാണ്. അതെ, മന്ത്രി K രാധാകൃഷ്ണൻ എല്ലാവർക്കും സ്വീകാരനായ മന്ത്രിയാണ്. നല്ല മനുഷ്യൻ എന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം സ്വീകാരനാണ്. പക്ഷെ അതേസമയം അതിലൊരു സംശയം വരുന്നത് സർക്കാരിനെതിരായ ജനവികാരം, സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗമായ മന്ത്രി അവിടെ മത്സരിക്കുമ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കും എന്നൊരു കൗതുകമായിരിക്കും. അതിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലം തന്നെയാണ്. അതെ, പക്ഷേ ചേലക്കരയാണല്ലോ അദ്ദേഹത്തിന്റെ മണ്ഡലം, അല്ലെ? രാധാകൃഷ്ണൻ മണ്ഡലം കൂടി ഉൾപ്പെട്ട പിന്നെ ലോക്സഭാ മണ്ഡലമാണ്. നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ സമ്പൂർണ്ണമായും LDFിന് അതെ സമ്പൂർണ്ണമായും LDFിന് ആധിപത്യമുള്ള ലോക്സഭാ മണ്ഡലം. 7 സീറ്റും LDFിന്റെ കയ്യിലാണ്. 7 സീറ്റും LDFിന്റെ കയ്യിലാണ്. 2 ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു 2019. ഒന്ന്, PK ബിജു അവിടെ ഒട്ടും തന്നെ അഭിമതനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല. വളരെ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു ബിജുവിനെതിരായിട്ട് വികാരം, ആന്റി MP വികാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഘടകമായിരുന്നു. പിന്നെ രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു പുതുമുഖം വന്നു. ഈ പാട്ട് പാടുന്ന പെങ്ങളുകുട്ടി എന്നൊരു ഇമേജ് വന്നു. അതിനോടൊപ്പം മറ്റ് പിന്നെ ഈ പറയുന്ന ശബരിമല ഇഷ്യൂവും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒക്കെ കൂടെ ചേർന്നിട്ടുണ്ട് വലിയ വിജയമാണ്. 16% വോട്ടിന്റെ ഡിഫറൻസിലാണ് വിജയിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ രാധാകൃഷ്ണൻ അത് പിന്നെ ഈ രമ്യ ഹരിദാസിന് എതിരെ വിജയിക്കണമെങ്കിൽ 17% വോട്ട് വർദ്ധിപ്പിക്കണം. അത് വലിയ ടാസ്ക്കാണ്. പക്ഷേ ഈ നേരത്തെ സ്മൃതി പറഞ്ഞ കണക്ക് രാധാകൃഷ്ണൻ വളരെ പ്രിയപ്പെട്ട ആളാണ് ആലത്തൂരുകാരെ സംബന്ധിച്ചിടത്തോളം. മന്ത്രി എന്നുള്ള നിലയ്ക്കൊന്നും അല്ല കേട്ടോ, അല്ലാതെ തന്നെ രാധാകൃഷ്ണൻ വലിയ ഇമേജാണുള്ളത്. അതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ഈ മന്ത്രി എന്നുള്ള നിലയ്ക്ക് രാധാകൃഷ്ണനെതിരെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രശ്നം, മന്ത്രിയായി തന്നെ രാധാകൃഷ്ണൻ തുടരണമെന്ന് അവിടുത്തെ നല്ലൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. കാരണം വെച്ചാൽ അദ്ദേഹം മന്ത്രിയായി വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ള ആ സമയത്താണ് അദ്ദേഹത്തെ MP ആക്കാനുള്ള ഒരു നീക്കം നടന്നത്. അപ്പോൾ അതിനോടൊരു എതിർവികാരമുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 75% ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതൊരു സംവരണ മണ്ഡലമാണ്. അതൊരു സംവരണ മണ്ഡലമാണ്. ആ സംവരണ മണ്ഡലത്തിൽ ഹിന്ദുക്കൾ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നല്ല ആധിപത്യമുള്ളൊരു മണ്ഡലമാണ്. അവിടെ രമ്യ ഹരിദാസും ഒട്ടും മോശമായൊരു സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പം നല്ല തീപാറുന്ന മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് ആലത്തൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലവും ആലത്തൂരാണ്. ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ ഒരു കാൻഡിഡേറ്റ്സ് വളരെ പ്രധാനമാണ്. രാധാകൃഷ്ണന്റെ ഒരു ആക്സെപ്റ്റൻസ് വളരെ പ്രധാനമാണ്. എന്നാലും മന്ത്രി വേണോ MP വേണോ എന്ന് ആലത്തൂരിലെ ആളുകൾ, രാധാകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആലോചിച്ചാൽ ഇഷ്ടപ്പെടുന്നവർ തോൽപ്പിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു കൗതുകമായിട്ടുള്ള ചോദ്യം. ഇഷ്ടം കഷ്ടമായി മാറുമോ ആലത്തൂരിൽ? അതാണ് ആലത്തൂർ ഉയർത്തുന്ന. രാധാകൃഷ്ണൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം അവിടെ മത്സരിക്കാനായിട്ട്. ഇല്ല എന്ന് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പാർട്ടി അങ്ങനെ ഒരു കാരണം വെച്ചാൽ ഇവിടെ ഈ പ്രാവശ്യം സുജയ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച വിജയസാധ്യതയുള്ള ആളുകളെ നോക്കി രംഗത്തിറക്കി
ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ രണ്ടെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം UDF കിട്ടിയ ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് പോയതുകൊണ്ടാണ്, ഒരു MP അങ്ങോട്ട് പോയതുകൊണ്ടാണ്. എന്നാലും 19 എടുക്കുകയാണെങ്കിൽ ഒരു 5 സീറ്റെങ്കിലും പിടിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നമാണ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിപ്പോ ഇന്നും ബിനോയ് വിശ്വം അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ കൂടെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വലിയ രീതിയിൽ 5 അങ്ങനെ വിലയിരുത്തിയാൽ മന്ത്രി തോൽക്കുമെന്ന് മന്ത്രിക്ക് തന്നെ ആശങ്കയുണ്ടാകും. മന്ത്രി വ്യക്തി എന്ന നിലയിൽ വിലയിരുത്തപ്പെടുകയാണെങ്കിൽ ജയിക്കാനുള്ള എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തിന് ഫേവറബിളായി അവിടെ നിൽക്കുന്നുണ്ട് ആലത്തൂർ. അതെ, അപ്പോൾ ആ അർത്ഥത്തിൽ ആലത്തൂർ വളരെ തീപാറുന്ന മണ്ഡലമാണ്. നല്ല പോരാട്ടമാണ് ആലത്തൂർ നടക്കുന്നത്. ഏകപക്ഷീയമല്ല അവിടുത്തെ മത്സരം. എന്തായാലും അത് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം. രാധാകൃഷ്ണൻ നല്ലൊരു മത്സരം കാഴ്ചവെക്കും. 16% വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് UDF വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. രമ്യ ഹരിദാസ് അങ്ങനെ മോശപ്പെട്ട സ്ഥാനാർത്ഥിയുമല്ല. അതുകൊണ്ട് പിന്നെ ഈ സമുദായ സമവാക്യങ്ങൾ രണ്ടു കൂട്ടർക്കും അനുകൂലമാകും കേട്ടോ. ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ഇവരിൽ ആരുടെ വോട്ട് ചോർത്തുന്ന ആളായിരിക്കും, അവിടെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം വെച്ചാൽ ഇപ്പം ഈ രണ്ട് വിഭാഗങ്ങൾക്ക് ഇപ്പം ഈ 75% പിന്നെ ഹിന്ദു വോട്ടുള്ള സ്ഥലം ഏതാണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് കൂടി ചേരുമ്പോൾ 19% വരും എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ എല്ലാ സമുദായ വിഭാഗങ്ങളും ഇടതുപക്ഷത്തോടും അതേപോലെ തന്നെ വലതുപക്ഷത്തോടും ഒരേപോലെ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മണ്ഡലമാണ് യഥാർത്ഥത്തിൽ ആലത്തൂർ എന്ന് പറയുന്നത്. അവിടെ കാറ്റ് എങ്ങനെ വീശും എന്ന് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആലത്തൂരിൽ ചൂടൽപ്പം കൂടുമെന്നുള്ള ഉണ്ണിസാറിന്റെ ആ ഒരു ഫൈനൽ കമന്റോട് കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇലക്ഷൻ ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ദിവസവും 7 മണ്ഡലങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പറഞ്ഞു അതെ, 10 നമ്മൾ പോലും 7 മണ്ഡലങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം വിശദമായി സംസാരിച്ചുകൊണ്ട് 6 മണ്ഡലങ്ങൾ അല്ലേ? ശരി, അപ്പോൾ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ് ഉണ്ണിസാർ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. നാളെ വൈകിട്ട് 7 മണിക്ക് നമ്മൾ വീണ്ടും എത്തും. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി അടുത്ത മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് അറിയാൻ പ്രേക്ഷകരും കാത്തിരിക്കുക. താങ്ക് യു.